നമസ്കാരം. ഇന്ന് കുബേര പ്രദോഷമാണ്. വളരെ വിശേഷപ്പെട്ടതായ ദിവസം. ഇന്നേ ദിവസം ഭഗവാനെ ഏതൊരു വ്യക്തി ആരാധിക്കുകയാണ് എങ്കിലും പരമശിവൻ അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതാകുന്നു. ഇന്നേ ദിവസം ഭഗവാനുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കുന്നത്. തന്നിരിക്കുന്നത് 2 ശിവചിത്രങ്ങളാകുന്നു. ഈ 2 ശിവചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഓം നമഃ ശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഏവരും ഒരു ശിവചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ ശിവചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ആത്മാർത്ഥതയുള്ളവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അത് മറ്റുള്ളവർ മനസ്സിലാക്കണം എന്നില്ല. പലപ്പോഴും കുത്തുവാക്കുകൾ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം വിഷമതകൾക്ക് കാരണമായി തീരാം. ജീവിതത്തിൽ വളരെയധികം അനുഭവങ്ങൾ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അത് നിങ്ങളെ പല രീതിയിൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് സഹായകരമായി തീരും. കാരണം വളരെയധികം ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ഇവർക്ക് സാധിക്കും. എടുത്തു ചാടുന്ന സ്വഭാവമുണ്ട് എങ്കിൽ പോലും ഭഗവാന്റെ അനുഗ്രഹത്താൽ അത്തരം കാര്യങ്ങളിൽ മിതത്വം പാലിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ചെയ്യുന്ന പ്രവൃത്തികളിൽ കൂടുതൽ ചിന്ത, കൂടാതെ ചെയ്യുന്ന പ്രവൃത്തികൾ തനിക്ക് അനുകൂലമാകുമോ എന്ന ഉൾക്കാഴ്ച നിങ്ങൾക്ക് വന്നു ചേരുവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കുന്നതാണ്. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ, കാര്യവിജയങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഏത് കാര്യത്തിലും ആത്മാർത്ഥത പുലർത്തി മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് നിങ്ങൾ. മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കിയില്ല എങ്കിലും നിങ്ങളുടെ കർമ്മം നിങ്ങൾ ചെയ്യുക. അതിനനുസരിച്ചുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പുഞ്ചിരിയോടെ തന്നെ എല്ലാ കാര്യങ്ങളെയും നേരിടുവാൻ ഇവർക്ക് സാധിക്കും. അത് നിങ്ങൾക്ക് പ്രതികൂലമായ കാര്യങ്ങളാണ് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം ഒരു കാര്യത്തെക്കുറിച്ച് ഏറെ ചിന്തിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പലവിധ വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ അത്തരം കാര്യങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. സ്വന്തമായി ഏത് കാര്യങ്ങളും ചെയ്യുവാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങൾ. അതിനാൽ തന്നെ അതിനായുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. പലപ്പോഴും മറ്റുള്ളവരുടെ സഹായമില്ലാതെ തന്നെ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഉൾക്കൊണ്ട് എല്ലാ കാര്യങ്ങളെയും സമീപിക്കുക. ഏത് പ്രശ്നത്തെയും സമയോചിതമായി നേരിടുവാൻ സാധിക്കും. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉള്ളതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളെ സമചിത്തതയോടെ തന്നെ നിങ്ങൾക്ക് നേരിടുവാനും അത്തരം കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും വിജയങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ, ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ബന്ധുക്കളും സുഹൃത്തുക്കളും പലപ്പോഴും നിങ്ങൾക്ക് ആവശ്യ സമയത്ത് ഉപകരിക്കാതെയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ചില വിഷമങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ പലപ്പോഴും സ്നേഹിക്കുകയും തിരിച്ച് അവർക്ക് സഹായങ്ങൾ ചെയ്യുവാനുള്ള മനസ്ഥിതി നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവമാണ്. അത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാൽ, നല്ല മനസ്സ് ഉള്ളതിനാലാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ആദ്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കണം എന്നില്ല. പല കാര്യങ്ങളും നിങ്ങൾക്ക് ആദ്യം മോശമാവുകയും പിന്നീട് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. യാഥാസ്ഥിതികരായ വ്യക്തികളാണ് ഇവർ. പലപ്പോഴും ജീവിതത്തിൽ ഉയർച്ച ആഗ്രഹിക്കുകയും എന്നാൽ അത് ലഭിക്കാത്തതായ സാഹചര്യം ഇവരുടെ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമായ കാര്യമാകുന്നു. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുകയാണ് എങ്കിൽ, അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കഷ്ടതകൾ ജീവിതത്തിൽ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. തടസ്സങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു എങ്കിൽ പോലും അത് മാറുവാൻ സാധ്യത കൂടുതലാകുന്നു. തടസ്സങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ, ഏത് കാര്യത്തിലും വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സ്ഥിതിവിശേഷം വന്നു ചേരും.
ഏത് കാര്യത്തിലും സ്ഥിരത കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായി വന്നു. എന്നിരുന്നാൽ പോലും അത്തരം കാര്യങ്ങളെ ഒഴിവാക്കുവാനും ജീവിതത്തിൽ ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ പലതുണ്ട് മനസ്സിൽ. എന്നാൽ അത് നടക്കുമോ എന്ന കാര്യം പലപ്പോഴും നിങ്ങൾക്ക് സംശയം ഉളവാക്കുന്നതായ ഒരു കാര്യമാകുന്നു. അതിൽ ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ഭഗവാനെ ഈ സമയം പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ചും ഇന്നേ ദിവസം പ്രാർത്ഥിച്ച് സന്ധ്യാവേളയിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നു എങ്കിൽ വിശേഷം. അത്തരത്തിൽ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് ഇന്നേ ദിവസം മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. രണ്ടാമത്തെ ശിവചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. കഠിനാധ്വാനികളാണ് നിങ്ങൾ. കഠിനാധ്വാനത്തിനുള്ള ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. നിരീക്ഷണ ബുദ്ധിയുള്ളവരാണ് നിങ്ങൾ. നിരീക്ഷണ പാഠവും നിങ്ങൾക്ക് ജീവിതത്തിൽ ശരിയായ രീതിയിൽ പ്രയോഗിക്കുവാൻ സാധിക്കും. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉള്ളതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. നിഷ്കളങ്കരായ വ്യക്തികളാണ് നിങ്ങൾ. മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ പ്രത്യേകമായ കഴിവ് നിങ്ങൾക്കുണ്ട്. എന്നാൽ പലപ്പോഴും മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കാത്തതായ സാഹചര്യം നിങ്ങൾക്ക് വിഷമങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതിൽ ചില കാര്യങ്ങൾ അനുകൂലമാകാം. ചിലരെങ്കിലും നിങ്ങളെ മനസ്സിലാക്കുകയോ നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കുകയോ ചെയ്യാം. എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് തരണം ചെയ്യാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. ഭഗവാന്റെ അനുഗ്രഹം കൂടി ഉള്ളതിനാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് ശരിയായ രീതിയിലുള്ള ചിന്ത കടന്നു വരികയും എപ്രകാരം മുന്നോട്ട് പോകണം എന്ന ബോധ്യം നിങ്ങളിൽ വരികയും അതിനാൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ, തടസ്സങ്ങൾ ഒഴിവാക്കുകയും അതിൽ വിജയങ്ങൾ, കാര്യവിജയങ്ങൾ നേടി മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ഭഗവാനെ ആരാധിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എപ്പോഴും കഠിനാധ്വാനം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ഫലം ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതാകുന്നു. എന്നാൽ ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. കഠിനാധ്വാനം ചെയ്താലും വിജയിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റുള്ളവരോട് സ്നേഹവും ദയയും ഉള്ളവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അത് നിങ്ങൾക്ക് തന്നെ വിനയായി മാറുന്നതായ സാഹചര്യം ഉണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കും. പ്രത്യേകിച്ചും നല്ല ബന്ധം നിങ്ങൾക്ക് പുലർത്തുവാൻ സാധിക്കും. മുൻപുണ്ടായിരുന്നതായ ചില തർക്കങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരും. അതിന് മുൻകൈ എടുക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ വിജയം നേടുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. സാമ്പത്തികപരമായ ക്ലേശങ്ങൾ നിങ്ങൾക്കുണ്ട്. അത് എപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയണം, ഇതേക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലുണ്ട്. എന്നാൽ അത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് പ്രാവർത്തികമാകുന്നില്ല എന്നതാണ് വാസ്തവം. അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. പുതിയ അവസരങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾ താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഒരു അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നിരുന്നാൽ പോലും അത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും അത് നിങ്ങൾക്ക് ഭാഗ്യമായി മാറുകയും ചെയ്യാം. ജീവിതത്തിൽ സൗഖ്യം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അപ്രതീക്ഷിതമായ ധനപരമായ നേട്ടങ്ങൾ, ധനം കൈകളിലേക്ക് പ്രതീക്ഷിക്കാതെ കടന്ന് വരുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതുമാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ വലിയൊരു അവസരം നിങ്ങളെ തേടി എത്തും എന്ന കാര്യവും ഓർക്കുക. അത്തരം അവസരങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. ഒരു വാതിൽ അടഞ്ഞാൽ നിരവധി വാതിലുകൾ
തുറക്കുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക. ശരിയായ രീതിയിൽ ഒരു കാര്യത്തെ വിലയിരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശരിയായ രീതിയിൽ തന്നെ അവസരങ്ങൾ വന്നു ചേരുന്നതായ ആ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവരെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഏത് പ്രധാനപ്പെട്ട കാര്യമാണ് എങ്കിൽ പോലും അതിൽ തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും ചില വ്യക്തികളുടെ ഇടപെടലുകളാൽ അത്തരം തടസ്സങ്ങളെ ഒഴിവാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. സ്വയം കാര്യങ്ങൾ ചെയ്യുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ഭഗവാനെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും.